സിസ്റ്ററിൻ്റെ പേരെന്താ? സിസ്റ്ററിൻ്റെ പേര് ദിവ്യ. ഏത് കോൺവെൻറ്റിലാണ്? പറത്താനം കോൺവെൻറ്റിലാണ് സിസ്റ്റർ താമസിക്കുന്നത്. അവിടെയാണ് സിസ്റ്റർ ശുശ്രൂഷ ചെയ്യുന്നത്. സിസ്റ്റർ ഒരിക്കൽ ഇവിടെ വന്ന് സിസ്റ്റർ കോളർ വെച്ചിരുന്നു. അന്ന് കോളർ എടുത്ത് മാറ്റാൻ കർത്താവ് കൃപ കൊടുത്തു. ഇനി കഴിഞ്ഞ ആഴ്ചയിൽ സിസ്റ്ററിന് കിട്ടിയ ആ സൗഖ്യം ഒന്ന് പങ്കുവയ്ക്കാമോ? കഴിഞ്ഞ ആഴ്ച കിട്ടിയത് മാത്രം ഒന്ന് പറയുക കേട്ടോ. കഴിഞ്ഞ ആഴ്ച അത്ഭുതമായിട്ട് സിസ്റ്ററിന് സൗഖ്യം കിട്ടി. ഇപ്പോൾ രാവിലെ എന്നോട് ഷെയർ ചെയ്തു. അന്നേരം ഞാൻ പറഞ്ഞു ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന്. ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈശോയ്ക്ക് ഒരുപാട് നന്ദി. ഞാൻ ഒരു വർഷങ്ങളോളം, അതായത് ഈ കോവിഡ് കാലം തുടങ്ങിയ അന്ന് മുതൽ എനിക്ക് ഒരുപാട് അസുഖങ്ങളായിരുന്നു. എൻ്റെ നട്ടിൽ മുഴുവനും ഇങ്ങനെ ഇരിക്കുന്ന അതായത് എപ്പോഴും മാറിപ്പോയി. എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. നടക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ സ്റ്റോപ്പായി പോകുമായിരുന്നു. അങ്ങനെ ഞാൻ കോതമംഗലത്തെ ഒരു ആശുപത്രിയിൽ പോയി 1.5 വർഷത്തോളം ഞാൻ ചികിത്സയിലായിരുന്നു. തിരുമ്മ്, ആയുർവേദങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏകദേശം അത്യാവശ്യം കാലിൽ കുത്തി നിൽക്കാം എന്നായി. അപ്പോഴാണ് അങ്ങനെ ഞാൻ മഠത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഇരിക്കെ എന്നോട് അവിടെ നിന്ന് ഒരു ചേട്ടത്തി പറഞ്ഞു, എൻ്റെ കൊച്ചെ, നീ ഇങ്ങനെ എന്തിനാണ് നടക്കുന്നേ? ഈ കോളർ വിട്ട് നടുവിന് ബെൽറ്റും കെട്ടി ഇങ്ങനെ നടക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ കൊച്ചൊരു കാര്യം ചെയ്യുക, ഈ ചിറ്റടിയിൽ ധ്യാനം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. അതിന് മുമ്പും ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം ബ്രദറിനെ എനിക്ക് പരിചയമുണ്ട്. ഒരുപാട് വിഷമത്തിലായിരുന്ന ഞാൻ മരുന്ന് എന്നും കഴിക്കുമായിരുന്നു. കോളർ ഇട്ടുകൊണ്ട് വന്ന് ആസ്വദിക്കാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ശനിയാഴ്ച വരെ ഞാൻ കോളർ ബെൽറ്റ് കെട്ടിക്കൊണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പം ശനിയാഴ്ച ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് ബ്രദറിൻ്റെ അടുത്തോട്ടല്ല ഞാൻ പോകുന്നേ. അപ്പോൾ ഈശോ എന്നെയും കാണും, എൻ്റെ അമ്മച്ചിയും സൗഖ്യപ്പെടുത്തും. എൻ്റെ അമ്മച്ചിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ വന്നത്. എൻ്റെ ഈ കാല് ആ വേദനയും വിഷമവും കാരണം എൻ്റെ ഈ കാല് എടുത്ത് വെക്കണമെങ്കിൽ ഭയങ്കര പാടായിരുന്നു. പിന്നെ എപ്പോഴും ഇവിടെ വേദനയായിരുന്നു. ഈ പുറത്തിനും വേദന, വയറിനാണെങ്കിൽ എപ്പോഴും അസ്വസ്ഥതയാണ്. എനിക്ക് ശരിക്കും ഭക്ഷണമൊന്നും കഴിക്കത്തില്ല. അപ്പോൾ ബ്രദർ എൻ്റെ അസുഖം തന്നെ ഇവിടെ പറഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാർ കൈപൊക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് കൈപൊക്കി. അപ്പോൾ ഞാനും കൈപൊക്കി. പക്ഷേ എനിക്ക് തോന്നി ഇത് ദൈവം എൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞ, അവരുടേതൊന്നും അല്ല എന്ന് വിശ്വസിച്ചു. അപ്പോൾ അപ്പോൾ തന്നെ ഈ വേദനകളെല്ലാം കുറേ അങ്ങ് കുറഞ്ഞ് ഇപ്പോൾ എനിക്ക് ഒരു അസുഖവും ഇല്ല. എനിക്ക് പൂർണ്ണ സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു. അപ്പോൾ ബ്രദർ എനിക്ക് ഈ ഒരു അവസരം തന്നു. നല്ല ദൈവത്തിന് 1000 നന്ദി.